ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 12:7. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങെനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ക്രിസ്തുവിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കപ്പെടുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും പുരോഗതിയും നമ്മൾ കൈവരിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം, ജീവിതം നല്ല രീതിയിലോട്ട് നീങ്ങിക്കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ കൃപയാൽ ജീവിതം മെച്ചപ്പെടുമ്പോൾ, നമ്മുടെ തിരക്കുകളേറുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ലോകത്തിനെയും ദൈവത്തിനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്കിൾ നമ്മളിൽ നടക്കും. അതായത് ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ തുറകളിലും പുരോഗതി ഉണ്ടാകും. അപ്രകാരം പുരോഗതി പ്രാപിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ലൗകികമായ കാര്യങ്ങളിലോട്ട് കൂടുതൽ പതിക്കുകയും അവ മൂലം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഭംഗം വരികയും ചെയ്യും. അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യേണ്ടതിന് മുടക്കം വരും. അപ്പോൾ വീണ്ടും നമ്മുടെ സന്തോഷത്തിന് ഭംഗം വരികയും നമ്മൾ വീണ്ടും ആകെ അലങ്കോലപ്പെട്ട്, ആകെ വെപ്രാളപ്പെട്ട്, ആകെ ടെൻഷൻ അടിച്ച് വീണ്ടും ഒരു ലൗകിക മനുഷ്യനായി മാറുകയും ചെയ്യും. അത് ടെമ്പററി ആണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തൊക്കെ നമുക്കുണ്ടോ അതെല്ലാം ഈ നമ്മൾ തന്നെ കർത്താവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സർവവും കർത്താവിങ്കൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ഉത്തമം. അപ്രകാരം ചെയ്യുക വഴി നമ്മൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ആനന്ദവും ഒക്കെ നമ്മൾ അനുഭവിക്കാം. പക്ഷെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ
കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ. ഒരുപക്ഷെ നമ്മളും ഈ വിശുദ്ധന്മാരും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഇതിൽ തന്നെ ആയിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയൊക്കെ പൈസ കൈകൊണ്ട് തൊടാത്തത്. അപ്പോൾ ലൗകിക പുരോഗതി വരുമ്പോൾ ആധ്യാത്മിക പുരോഗതിക്ക് ഭംഗം വരുന്നു. പക്ഷെ സാധാരണ മനുഷ്യരായ നമ്മൾക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം നമ്മുടെ ആധ്യാത്മികതയെ മുറുകെ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കാം. ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്, നമുക്ക് എന്തൊക്കെ ലൗകികമായ ഉയർച്ചകൾ ഉണ്ടായാലും അതെല്ലാം ക്രിസ്തുവിൻ്റെ കൃപയാലാണ്, ക്രിസ്തുവിൻ്റെ സമ്മാനമാണ് എന്ന പൂർണ്ണ ബോധ്യം എല്ലായ്പ്പോഴും നമ്മളെ നയിക്കട്ടെ. അപ്രകാരം ക്രിസ്തുവിൽ നിന്ന് അകലാതെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലൗകിക പാതകളിലൂടെ ലേശം പോലും ചെളിപറ്റാതെ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി, വിവേകത്തിനായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.